2025 ജെഇ മെയിൻ സെഷൻ 2 പേപ്പർ 1 ലാസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം. പേരെന്താണ്? ജോയൽ. എവിടെ നിന്ന് വരുന്നു? ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് വരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കൈൻഡ് ഓഫ് നേരത്തെ നമ്മൾ സെഷൻ വെച്ച് നോക്കുവാണെങ്കിൽ, സെഷൻ 1 വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ബാലൻസ്ഡ് പേപ്പർ എന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കെമിസ്ട്രി ചിലപ്പോൾ പാടായിരുന്നു, ചിലപ്പോൾ ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഷിഫ്റ്റിൽ എല്ലാം ബാലൻസ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ ഇപ്പോൾ ഫിസിക്കലിൽ നിന്നുണ്ടായിരുന്നു, കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക്കിൽ നിന്നും ഉണ്ടായിരുന്നു, ഓർഗാനിക്കിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. ഫിസിക്സിലാണെങ്കിൽ എല്ലാ ഏകദേശം എല്ലാ പ്ലസ് 1 പ്ലസ് 2 തൊട്ടാ പോയത്. ഇടയ്ക്കിടയ്ക്ക് പാട് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? ടഫസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എല്ലാം എനിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടാ പോയത്. മാത്സിൽ കുറച്ച് ലെങ്തി എന്ന് പറയാം, പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ സം കൈൻഡ് ഓഫ് ചോദ്യം അത് ഉറപ്പായിട്ടും വരും. അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാത്സിൽ കുറച്ച് മോഡൽ എക്സാംസ് ഒക്കെ ഒരുപാട് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ കണ്ട സിമിലർ ആയിട്ടുള്ള കെമിസ്ട്രിയിൽ സിമിലർ ക്വസ്റ്റ്യൻ വന്നു, സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നു കെമിസ്ട്രിയിൽ. നമുക്കൊന്നും ഓർക്കണം, നമുക്കൊന്ന് നെക്കിയാൽ മതി. ഫിസിക്സിലും സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വന്നത് അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ. പിന്നെ നമുക്ക് ഇങ്ങനെ ലൈക്ക് അവിടെ ഒരു എൻവയറമെന്റിൽ നമ്മളിപ്പം ഈ മോഡൽ എക്സാം ആയതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആണ്ടൂർ ആയിക്കോട്ടെ, ഡിബോക്ക് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അന്ന് ആദ്യം വന്ന സമയത്ത് ഇങ്ങനെ ഒരു പേടിയുണ്ട്, പക്ഷെ അത് എഴുതി ഇപ്പൊ നമുക്ക് സ്കൂളിലായിട്ട് നമ്മൾ വന്നു, ഫ്രിസ്കിംഗ് ഒക്കെ കഴിഞ്ഞ് മെയിൻ എക്സാമിലേക്ക് എക്സാം ഫിയർ നമുക്ക് ഇല്ല നമുക്ക് ഒരു ലൈക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്നാലും നമുക്ക് ആ പരീക്ഷയുടെ മോഡിനെ പറ്റിയുള്ള ഒരു ടെൻഷൻ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. ലൈക്ക് നമ്മുടെ സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു. എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും ഇപ്പൊ വാഷ്റൂം എല്ലാമായിരുന്നു. ഫ്രിസ്കിങ്ങും പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ആയില്ല, എല്ലാവരും പെട്ടെന്ന് ചെയ്തത്. അലൻ. എവിടെ നിന്ന് വരുന്നു? ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ നോക്കുവാണെങ്കിൽ? എക്സാം ഒരു മോഡറേറ്റ് ലെവലിൽ. ഫിസിക്സ് കെമിസ്ട്രിയും അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. മാത്സ് ഇത്തിരി ചെറിയ ലെങ്തി പോലെ അനുഭവപ്പെട്ടു. ഓക്കെ. വേറെ അങ്ങനെ കുഴപ്പമില്ല. മാത്സ് ലെങ്തി എന്ന് പറഞ്ഞാൽ പാടായിരുന്നാണോ അതോ കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന്? സമയം കിട്ടി ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അവിടെ കണ്ട സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഏതെങ്കിലും പേപ്പറിലൊക്കെ കണ്ടോ? അങ്ങനെ അതിന്റെ സെയിം കൺസെപ്റ്റ് അങ്ങനത്തെ അപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അത്ര എക്സാം എഴുതിയോണ്ട് ഒരു എക്സാം ഫിയർ എന്ന് പറയാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എക്സാം ഫിയർ കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ളായിട്ട് നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ. അവിടെ പേര്? സൂര്യ. എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട് നിന്ന് വരുന്നു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഓവറോൾ പറയുകയാണെങ്കിൽ? ഒരു മോഡറേറ്റ് ലെവൽ എക്സാം. സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സബ്ജക്ട് വൈസ് എല്ലാം ഈക്വൽ ആയിട്ടാ തോന്നിയത്. ബട്ട് മാത്സ് കുറച്ച് എനിക്ക് അത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് എന്താ പറയാ, ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ലെന്തിയാണ്, പക്ഷെ ഒരു 10 മേലെ അറ്റംപ്റ്റ് എല്ലാം കിട്ടാൻ എളുപ്പം. ഓക്കെ. കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് വെയിറ്റേജ് ഒക്കെ ഇവിടുന്നായിരുന്നു? ഇനോർഗാനിക് അങ്ങനെ എനിക്ക് ഫീൽ ആയില്ല. ഇനോർഗാനിക് ഉണ്ട്, പക്ഷെ എന്തായാലും 3 ഉണ്ടായിരുന്നു. 3 നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് ബാലൻസ് ആയിട്ട് തോന്നി. ഓക്കെ. അവിടെ പേര്? ജോസഫ്. എവിടെ നിന്ന് വരുന്നു? തൃശ്ശൂർ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പരീക്ഷ കുഴപ്പമില്ല, മോഡറേറ്റ് ലെവൽ പരീക്ഷയായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി കുഴപ്പമില്ല, മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഈ കെമിസ്ട്രി നമുക്കൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലൈക്ക് ഫസ്റ്റ് ഡേ എളുപ്പമായിരുന്നു, സെക്കൻഡ് ഡേ പാടായിരുന്നു. ആ ഒരു ട്രെൻഡ് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഓക്കെ എളുപ്പമായിരുന്നു എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കെമിസ്ട്രി ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് പേപ്പർ. പക്ഷെ ന്യൂമറിക്കൽ കുറച്ച് ലെങ്തി ആയിരുന്നു. അത് കറക്റ്റ് പ്രിസൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. സെഷൻ 1 അറ്റൻഡ് ചെയ്തവരാണല്ലോ. ഓക്കെ. സെഷൻ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് വിച്ച് വാസ് ബെറ്റർ, സെഷൻ 1 ഓർ സെഷൻ 2? ഇതായിരുന്നു. ഞാൻ സെഷൻ 1 ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. എനിക്ക് എല്ലാം ഫിസിക്സും മാത്സും നല്ല ടഫ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഫിസിക്സ് അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല സിമ്പിൾ ആയിരുന്നു. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണോ? ലൈക്ക് എന്താ, ഈ ഷിഫ്റ്റ് ആണ് കുറച്ച് ടഫ് ആയിട്ട് തോന്നിയത്. ബട്ട് എനിക്ക് കുറച്ചും പെർഫോം ചെയ്യാൻ പറ്റി, അറ്റംപ്റ്റ് കുറച്ച് കിട്ടി. മാത്സിന് കഴിഞ്ഞ ഫസ്റ്റ് ഷിഫ്റ്റ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ടൈം മാനേജ്മെന്റ് കുറച്ച് പ്രശ്നം. ടഫ് ആയിരുന്നാലും നമുക്ക് അത്രയും കൂടെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. താങ്ക് യു. പേരെന്താണ്? നിരഞ്ജൻ. എവിടെ നിന്ന് വരും? തിരുവനന്തപുരം വരുന്നു. ഓക്കെ. ഓവറോൾ നോക്കുവാണെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ മോഡറേറ്റ് എന്നേ പറയുള്ളൂ. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന. ഫിസിക്സ് എളുപ്പമായിരുന്നു, കെമിസ്ട്രി മോഡറേറ്റ് ആയിരുന്നു, മാത്സ് ഭയങ്കര ലെങ്തി ആയിരുന്നു, പക്ഷെ ഡുവബിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ കെമിസ്ട്രി ഈസി എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് ഒക്കെ എവിടുന്നാ കൂടുതൽ? ഇനോർഗാനിക് ആണോ ഓർഗാനിക് കുറവായിരുന്നു. ഒരു 4-5 ക്വസ്റ്റ്യൻ ഒക്കെ വന്നുള്ളൂ. അതിനകത്തും 2 ഒക്കെ സിസ്റ്റം മീൻസ് മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. നമ്മൾ ഈ മോഡൽ എക്സാംസ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവിടെ കണ്ട ക്വസ്റ്റ്യൻസ് അല്ലെ അവിടെ പരിശീലിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയോ? അതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മീൻസ് അതേ ടൈപ്പിലല്ല, അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നിറച്ചുണ്ടായിരുന്നു. ഓക്കെ. അവിടെ പേര്? കാശിനാഥൻ. എവിടെ നിന്നാണ്? കോട്ടയം തന്നെയാണ്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ നോക്കുവാണെങ്കിൽ? എക്സാം ഈസി ആയിരുന്നു. മാത്സ് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തില്ല അതിനകത്ത്, പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും സൂപ്പർ ഡു ചെയ്യാൻ പറ്റുന്നതാണ്. മോഡലിന്റെ എക്സാക്ട് ക്വസ്റ്റ്യൻ 2 വന്നാണ്, സെയിം ഡിറ്റോ കോപ്പി ആയിട്ടുള്ള. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ
നല്ല ചെയ്യാൻ പറ്റും. ഓക്കെ, സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളാണ്. സെഷൻ 1 അറ്റൻഡ് ചെയ്താൽ അറ്റൻഡ് ചെയ്തു. ഓക്കെ, കമ്പാരിറ്റീവ്ലി വിച്ച് വാസ് ബെറ്റർ? സെഷൻ 2. സെഷൻ 2 കുറച്ചുകൂടെ ഡൂവബിൾ ആയിട്ട് തോന്നിയ സെഷൻ 2. Yes, sir. ഓക്കെ, അവിടെ പേര് ഡാനിയൽ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ. ഓക്കെ, ലൈക്ക് ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഫിസിക്സ് ഈസി ടു മോഡറേറ്റ്, കെമിസ്ട്രി ഈസി ആയിരുന്നു, ഉം. മാത്സ് ഈസി പക്ഷേ കുറച്ച് ലെങ്തി ആയിരുന്നു. സെലക്ട് ചെയ്ത് എഴുതിയാൽ നല്ല അറ്റംപ്റ്റ്സ് കിട്ടും. ഓക്കെ, സെന്ററിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കംഫർട്ടബിൾ ആയിരുന്നു? ഫ്രിസ്കിയും കാര്യങ്ങളൊക്കെ? ഫ്രിസ്കിങ് അതൊക്കെ സ്മൂത്ത് ആയിരുന്നു, പക്ഷേ ഈ ടെമ്പറേച്ചർ ക്ലൈമറ്റും അതൊക്കെ ഒരു ഭയങ്കര ചൂടായിരുന്നു. ഫേവറബിൾ ആയില്ല അല്ല. അല്ലേ? ഓക്കെ, സെഷൻ 1 നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ വാസ് സെഷൻ 2 ഡിഫറൻറ്റ്? ഫിസിക്സ് കുറച്ചുകൂടി ലെവൽ കൂടി, ഉം. കെമിസ്ട്രി എൻ്റെ പ്രീവിയസ് സെക്ഷൻ ആയിരുന്നു പാട്, ഇത് കുറച്ചുകൂടി ഈസി ആയി. മാത്സ് ഓൾമോസ്റ്റ് സെയിം, കുറച്ചും കൂടി ഡുവബിൾ പക്ഷേ ലെങ്തി ആയിരുന്നു ഈ തവണ. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാന്ന് തോന്നുന്നു, മാത്സ് ഇച്ചിരി ലെങ്തി ആണ് പക്ഷേ ഡൂവബിൾ ആണ് എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ലൈക്ക് സജഷൻ പറയുവാണെങ്കിൽ? ആദ്യം തന്നെ കുറച്ച് ചോദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ. വേഗം ചെയ്യാൻ പറ്റുന്നതൊക്കെ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് കുറെ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നും, സമയം കുറച്ചും കൂടി കിട്ടണം. പിന്നെ അവസാനം മാച്ച് ചെയ്യുന്നവർക്കൊക്കെ ആ സമയം കാണുമ്പോൾ ലേശം ടെൻഷൻ ആവുമല്ലോ, കുറച്ച് ചെയ്യാൻ പറ്റുന്ന നോക്കി ചെയ്താൽ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ അവിടെ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആ മോഡൽ എക്സാംസ് എഴുതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഗുണം ചെയ്തോ? ആ, കോൺസെപ്റ്റ് വൈസ് സെയിം ആണ് എല്ലാം. ആ. എല്ലാം ഒരു സിമിലർ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചോദിച്ചാൽ അവിടെ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്, കാരണം ഇതിങ്ങനെ എഴുതി നമ്മുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആ. അപ്പൊ ആ ഒരു എക്സാംസ് എഴുതിയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഗുണം ചെയ്തോ? ആ, ടൈം മാനേജ്മെന്റിലും എല്ലാം നല്ലൊരു യൂസേജ് ആയിരുന്നു. നല്ല രീതിയിൽ യൂസ്ഡ് ആയിരുന്നു Used അല്ലേ? ഓക്കെ, താങ്ക് യു. സോ വാട്ട്സ് യുവർ നെയിം? Tanmay, വേർ ആർ യു ഫ്രം? Bangalore, Karnataka. Bangalore, Karnataka. So if you look at it, how was the exam for you, like overall? Overall, the exam went well, and I think it was a moderate paper. Maths was a little lengthy, and chemistry a little easier. Physics was moderate. Okay. So chemistry, like throughout the whole series of these exams, it was said that it was a bit inconsistent. Like the first day it was easy, the second day it was very hard. So how was it for you today? Not so easier, but a little easier. Little easier. Little. Okay. So from which portion was the weightage from, like organic? I think it was from physical and organic. Okay. What's your name? Darshan, sir. Where are you from? I am from Karnataka, Yadgir. Karnataka. Sir. Okay. So for you, how was the exam? Sir, exam was moderate, sir. Means many doable questions are there, sir. But it was lengthy questions are also there, sir. These questions are two types, sir. Easy means full easy given, sir. Hard means they are trickier given, sir. Okay. So we have. So were you able to complete everything in time? Yes, sir. But maths was a bit lengthy. Okay. Time was somewhat insufficient. Okay. Have you attended session 1? Yes, sir. Yeah. So comparatively, which was better, session 1 or session 2? Session 1 was better, sir. For your session 1 was better. I have written session 1 better, and session 2 paper was well, sir. This was good paper. Yeah, but comparatively, like which one was that you felt more confident? Session 1. Sir. Session 1. Yes. Okay. So what's your name? My name is Sangmesh, and I am from Karnataka, from Bidar. You're all from Karnataka. All are from Okay. Karnataka. And Okay then. So how was the exam for you? exam was a moderate exam. How was the center, like the ambience, the staff, the frisking before the exam? Was it comfortable? Center was good, and it's comfortable to sit, and the invigilation is also very good, sir. Okay. Yes. So have you written session 1? Yes, sir. Returns. Okay. Comparatively, which one was better? Session 1 is better, sir. I think session 1. Okay. Do you have the same opinion, like session Yes, sir. 1? Session 1 was better. Session 1 was Yes, sir. much better. Okay. But maths was like it was lengthy, and but physics, chemistry were like the brilliant models, brilliant model taking the. So you have written the brilliant model exam. We are brilliant students, sir. Oh, Many okay. questions. Many questions from direct from brilliant questions. Question paper. Okay. So that means you have written so many model exams, Yes. like you have that experience in writing so many so many model JEE model exams. Yes. So you have that experience. So did that do any good to you in this exam? Yes, sir. Very. Some Kamal sir notes, Kamal sir whatever told the direct notes questions only has came in physics, sir. You could say the same questions. Same questions, 3-4 questions from Kamal sir notes, Okay. and CSR notes, Someshwar sir notes also the GOC has come, Okay. and the all from. But maths was somewhat tricky and lengthy, yes, sir. See, tricky and lengthy that you say, it wasn't hard actually, right? But lengthy. It was not hard, but if you could have gotten a bit more time, you could have done it. Yes, sir. Yes, sir. Definitely. So for you, how was the center ambience? A center was nice, sir. Very comfortable for sitting, and we can freely write the exam without any pressure. Okay. And comfortable place it is, sir, for write to exam. Okay, fine. And for you, like subject-wise, while speaking, which was better for you? I think chemistry, sir. Chemistry was Chemistry. better. So I think that today chemistry was a bit easy than. Chemistry was organic. Some was more. Organic some more weightages. I think inorganic 4 to 5 questions was asked.
Physical and organic weightage is more. ഓക്കെ And electrostatics weightage also more. 3 or 4 questions has came from electrostatics. ഓക്കെ. പേരെന്താണ്? ജിൻഷ, എവിടെ നിന്ന് വരുന്നു? മലപ്പുറം. മലപ്പുറത്ത് നിന്ന് വരുന്നു. ഓക്കെ. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ല, മാത്സ് കുറച്ച് ടഫായതുകൊണ്ട്. പിന്നെ മറ്റേ രണ്ടും മോഡറേറ്റ് പോലെ. മോഡറേറ്റ് തന്നെയായിരുന്നു. ഓക്കെ. അവിടെ പേരെന്താണ്? ദേവിക, എവിടെ നിന്ന് വരുന്നു? തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. മോൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ടഫായിരുന്നു. മാത്സ് ഡയറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടായില്ല, നന്നായി ചെയ്ത് ടൈം എടുക്കുന്ന പ്രോബ്ലംസ് ആയിരുന്നു, ലെങ്തി പ്രോബ്ലംസ് ആയിരുന്നു. പിന്നെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ അതിൽ കൂടെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ലെങ്തി ആയിരുന്നു. What about physics and chemistry? ഫിസിക്സ് കുഴപ്പമുണ്ടായിരുന്നില്ല. മോഡലിന് കണ്ട സെയിം പാറ്റേണിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കെമിസ്ട്രിയും വലിയ കുഴപ്പമുണ്ടായിരുന്നു, പക്ഷെ കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആയിരുന്നു. ഓപ്ഷൻസ് തന്നെ കുറച്ച് കൺഫ്യൂസിങ് തരത്തിലുള്ള ഓപ്ഷൻസ്. ഓക്കെ. ഇന്നലെ ആണെങ്കിലും സ്റ്റുഡൻസ് പറഞ്ഞൊരു കാര്യം, കെമിസ്ട്രി ഇച്ചിരി ട്രിക്കി ആയിരുന്നു, ഇത് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ഉത്തരങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻ വരുന്നു. ആ ഒരു പ്രവണത ഇന്നും ഉണ്ടായിരുന്നു. ഓക്കെ. മോൾക്കോ? അതെ, ഇച്ചിരി ട്രിക്കി ആയിരുന്നു. ചിലതൊക്കെ മറ്റേ സെക്ഷൻ ബിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച, ഫിസിക്സ് കുറച്ച് വലിയ വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ട്. അപ്പൊ അത് വായിച്ചിട്ട് എടുത്ത് നമ്മൾ ഇതാക്കുമ്പോൾ, അതേപോലെ മാത്സ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ബ്രില്യന്റ് മോഡൽ വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് സെയിം പാറ്റേൺ പോലെ, പക്ഷെ അത് ചെയ്ത് വരുമ്പോഴത്തേനും അത് എടുക്കാൻ പറ്റുന്നില്ല, ലാസ്റ്റ് ആൻസർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. സെഷൻ 1 അറ്റൻഡ് ചെയ്തവരല്ലോ. ഓക്കെ. കമ്പാരിറ്റീവ്ലി വിച്ച് വാസ് ബെറ്റർ, സെഷൻ 1 ഓർ സെഷൻ 2? എനിക്ക് സെഷൻ ഫസ്റ്റ് ആയിരുന്നു. 1 ആയിരുന്നു കുറച്ച്. അവിടെ ഇതാ കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത കാരണമായിരിക്കും. പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയോണ്ട് സെഷൻ 2 ആയിരുന്നു ബെറ്റർ. ഓക്കെ. അപ്പോൾ രണ്ടുപേരോട് ചോദിക്കണം, നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് നമ്മുടെ ബ്രില്യൻ്റ് നമ്മൾ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും എഴുതിയ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഗുണം ചെയ്തോ? നന്നായി തന്നെ ഗുണം ചെയ്തു. ആ ടൈമിനനുസരിച്ച് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ഇത്രയും ഒരു സബ്ജക്റ്റിന് ഇത്രയും ടൈം എടുക്കണം, അതൊക്കെ മോഡൽ എക്സാം എഴുതിയോണ്ടാണ് മനസ്സിലായത്. അപ്പൊ അതേപോലെ ഇതിൽ ഇവിടെയും ഫോളോ ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻസ് ഇത്രയും കൂടി ടഫ് ആയിരുന്നു, കുറച്ചും കൂടി ടൈം എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എടുക്കേണ്ടി വന്നു. അത്ര ഹാർഡാന്ന് പറയുമ്പോഴും ഡൂവബിൾ ആണ്, പക്ഷേ കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അത്രയും കൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ. ഓക്കെ. സെന്ററിന്റെ ആംബിയൻസ് ഒക്കെ എങ്ങനെയാണ്? ലൈക്ക് ഇതിന് കയറുന്നതിന് മുന്നേ ഫ്രിസ്കിങ് കാര്യങ്ങൾ, ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഇവരുടെ സ്റ്റാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ സെഷൻ ഫസ്റ്റ് ഇവിടെ തന്നെ എഴുതിയിരുന്നു. അന്ന് കുറച്ച് ഒരു എല്ലാ കാര്യത്തിലും ഡിലേ, അതേപോലെ സിസ്റ്റം ഒന്നും ഓഫായി, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അതേപോലെ ഇരിക്കുന്ന പ്ലേസ് ഒന്നും അത്ര വലിയ ഇതൊന്നും ഇല്ലാതെ ഉണ്ട്. ഇന്നൊക്കെ ക്ലീൻ നീറ്റ് എല്ലാം സ്മൂത്ത് ആയിട്ട് ഓക്കെ. കംഫർട്ടബിൾ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.